ഗായ്സ്, ഇന്ന് നമ്മൾ നമ്മുടെ ഹോസ്റ്റലിന് തൊട്ടടുത്തുള്ളൊരു ഷോപ്പിൽ നിന്ന് ചായ കുടിക്കാൻ വേണ്ടി പോവാണ്. അതിനാണ് ഇത്രയും ഒരുങ്ങി പോണത്. എൻ്റെ കൂടെ നമ്മുടെ ഹോസ്റ്റലിലെ മെയ്റ്റായ പേരെന്തായിരുന്നു? സോറി ഗൈസ്, എൻ്റെ കൂടെ ഹോസ്റ്റലിലെ മെയ്റ്റായ ഡെലിനയും കൂടെ ഉണ്ട്. ഡെലിന ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കണ്ടോ. പിന്നെ ഒരാളും കൂടി ഉണ്ട്. ചേച്ചി ഇപ്പൊ എവിടെയാ? പുള്ളിക്കാരി എവിടെയാ? പുള്ളിക്കാരിനെ കാണാനില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞങ്ങള്. അതേ ഞങ്ങള് പോവും. സോറി ഗൈസ്, പുള്ളിക്കാരി ആദ്യമേ റെഡിയായി എല്ലാം തികഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ പുള്ളിക്കാരിനെ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ നിമ്മി ചേച്ചി. മുകളിൽ നിന്ന് കാണാൻ നല്ല ഭംഗിയാണെങ്കിൽ അടിയിലേക്ക് കണ്ടോ ട്രൗസറാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ കൂടെ നിമ്മി ചേച്ചിയുടെ ഹസ്ബൻഡും ഉണ്ണിയും കൂടി ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ നിക്കുന്നു. നോക്കണ്ട, ഒരു കുട്ടിയുടെ തള്ള 30 വയസ്സുണ്ട്. ഡിസ്ക്ലൈമർ, 30 വയസ്സുണ്ട്. നിമ്മി ചേച്ചി ഹസ്ബൻഡ് വന്നപ്പോ ലിപ്സ്റ്റിക് റെഡിയാകാനുള്ള പ്ലാനിലാണ്. ഓൺലി ബിക്കോസ് ഓഫ് ഹസ്ബൻഡിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി മാത്രം അല്ലേ? നോക്കൂ, ഒന്നും പറയല്ലേ എനിക്ക്. അപ്പോ ഇന്ന് നമ്മുടെ ഡെൽന എന്റെ ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത്. പുള്ളിക്കാരിക്ക് ലിപ്സ്റ്റിക് ഭയങ്കര ഇഷ്ടമായി. ഷെയ്ഡ് ഏതാന്ന് പറഞ്ഞു കൊടുക്ക്. എന്റെ ഒരു പോപ്പ്, മോച്ചോ പോപ്പ്, സുഡിയോന്റെ മോച്ചോ പോപ്പ് ആണ് ഇട്ടിട്ടുള്ളത്. പുള്ളിക്കാരിക്ക് ഇഷ്ടായില്ലേ? ഇഷ്ടായി. അപ്പൊ നമ്മുടെ ഉണ്ണി നമുക്ക് മിഠായി തരാണ്. എനിക്ക് തരുമോ? ഇല്ലല്ലേ? തരാന്ന് പറയും. താങ്ക് യു വെരി മച്ച്. ലോട്ടറി ഹാപ്പി. നമ്മുടെ ഹോസ്റ്റലിന് തൊട്ടപ്പുറത്തുള്ളൊരു ചായ കടയ്ക്കാണ് നമ്മള് പോണത്. സാമിയുടെ കടയുണ്ട്, അവിടേക്കാണ് നമ്മൾ പോണത്. ഹോസ്റ്റലിൽ വരുന്നത് സോബാൻ. അപ്പൊ നമ്മുടെ ഹോസ്റ്റലിൽ വരുന്നത് ഷൊർണൂർ റോട്ടിലുള്ള പ്രസ് ക്ലബ് റോട്ടിലാണ് ഗൈസ്. വടക്കേ സ്റ്റാൻഡ്. ഒന്നും അറിയില്ല, പണ്ടത്തെയാണ് ഗൈസ്. അപ്പോ തൊട്ടപ്പുറത്തുള്ള ഷോപ്പാണ്. അവിടെ പോയിട്ട് ഞാൻ ഈ പറയണ അപ്പുറത്തുള്ള ഷോപ്പാന്ന് അവർക്ക് അറിയില്ല. നിമ്മി ചേച്ചി മോഡലാണ്, നമ്മുടെ സുന്ദരിയാണ്. എന്താ പറയാ നിമ്മി ചേച്ചിക്ക്? എനിക്കൊന്നും പറയാം. പക്ഷെ ലിപ്സ്റ്റിക് ഇടാൻ കാണിച്ച മനസ്സാണ്. ഹസ്ബൻഡ് വന്നപ്പോ വേഗം പോയി ലിപ്സ്റ്റിക് ഇടാൻ കാണിച്ച മനസ്സാണ് നമ്മള് കാണാണ്ട് പോണത്. അപ്പൊ ഇതാണ് കേട്ടോ നമ്മള് പറഞ്ഞ ആ ഷോപ്പ്. ഇവിടെ ഫുള്ള് നല്ല കടികൾ ഉണ്ടാവും. പക്ഷെ രാവിലെ ഇപ്പൊ കുറച്ചുള്ളൂ. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലാവിഷായിട്ട് ഫുഡ് തന്നെ ചേട്ടനാണിത്. ചേട്ടന്റെ പേരെന്താണ്? പേരില്ലാത്ത ചേട്ടനാണ്. എല്ലാവരും ഹായ് പറയണോ? നമ്മുടെ ചേട്ടനാണിത്. ചേട്ടൻ എന്നും വിശാലത്തിലാണ്. ആണ് കടികൾ. രാവിലെ വന്നു കഴിഞ്ഞാൽ ഈ ബെഞ്ച് മൊത്തം കടികളുണ്ടാവും. രാവിലെ വരണായിരുന്നു. നമ്മളിപ്പോ ഉച്ചയ്ക്ക് വൈകിട്ടാണ് വന്നത്. ഓ, ചേട്ടൻ എന്നും വന്നാലും എന്നിട്ടാണ് പണി. 2 വാക്ക് നല്ലത് പറ്റോ? അത് ഇത്തിരി ബുദ്ധിമുട്ടാവില്ല എനിക്ക്. പ്ലീസ്, കേൾക്കാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഈശോ, സത്യല്ല ഇത്, സത്യല്ല ഇത് കള്ളാണ് ഗൈസ്. ഇതാണ് ഇവിടെ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഈ കെറ്റിലാണ് നമുക്ക് ചായ പ്രിപ്പയർ ചെയ്ത് വെക്കുക. പക്ഷെ നല്ല ചൂടും സാധാ പോലത്തെ നല്ല ടേസ്റ്റുള്ള ചായയാണ് കേട്ടോ ഇവിടുത്തെ. അല്ലേ ഡെൽന? ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഒന്നും ഇല്ല. സോ ഹാർട്ടിക്ക് പഴംപൊരി. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഇല്ല. സോ നമ്മൾ ഇവിടെ ആട്ടോ ഇരിക്കുക വന്നു കഴിഞ്ഞാല്. സോ ഗൈസ്, നമ്മൾ പഴംപൊരിയാണ് എടുത്തത്. പഴംപൊരി വിത്ത് ചായ. നമ്മുടെ കേരളത്തിലെ ആൾക്കാർക്ക് ചായ ഒരു വികാരമുണ്ട് ഗൈസ്. നല്ല സൂപ്പർ ചായ കേട്ടോ. നിങ്ങളിവിടെ വന്ന് തൃശ്ശൂർക്കാരാണെങ്കിൽ നിങ്ങളിവിടെ വന്ന് ഫസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യണം. പ്രസ് ക്ലബ് റോഡിലുള്ള ലക്ഷ്മി സ്വീറ്റ്സ് എന്ന ചായക്കട. തിന്നാണതിന് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ, അല്ലാതെ സംസാരിക്കില്ല. അതിൻ്റെ ഇടയിൽ എല്ലാ ബ്ലോഗുകാരിയായിട്ട് റിവ്യൂ പറയൂ. സൂപ്പർ പഴംപൊരി ഗൈസ്, ഒന്നും പറയാതെ. 13 രൂപയാണ് ഒരു പഴംപൊരിക്ക് ചാർജ് ചെയ്യണേ. പഴംപൊരി മാത്രമല്ല, സമൂസയ്ക്ക് ഇവിടെ 12 രൂപ,
ചായക്ക് 13 രൂപ, അങ്ങനെ വടക്ക് 13 രൂപ. കൂടെ സ്വീറ്റ് ബണ്ണിനെങ്ങാണ്ട് 20 രൂപ ചാർജ് ചെയ്യുന്നത്. സ്വീറ്റ് ബണ്ണിനും പിന്നെ റോളുകൾക്ക് അങ്ങനെ കുറച്ച് ഐറ്റംസ്. ബാക്കിയുള്ള എല്ലാ ഐറ്റംസിനും കൂടെ 13 രൂപ ചാർജ് വരുന്നത്. ടേസ്റ്റും ഉണ്ട്. ബിക്കോസ് ഞാൻ സ്ഥിരം കസ്റ്റമറാണ് ഇവിടുത്തെ. കഴിക്കണമെന്ന് വിചാരം മാത്രമുള്ള കുറച്ച് പേരാണ് ഞങ്ങൾ. എന്ത് കിട്ടിയാലും ഞങ്ങളല്ല ഇവൾ. നാളെ നമ്മുടെ ഡെൽനയുടെ സ്കൂൾ വെക്കാം. കണ്ടു കഴിഞ്ഞാൽ നല്ല പ്രായം തോന്നുമെങ്കിലും 17 നിന്നെ കണ്ടു കഴിഞ്ഞാൽ 30 വയസ്സ് തോന്നി. ഒരു കുഴപ്പമില്ല, ഒരു എന്തായാലും നിന്നെക്കാട്ടും പ്രായം കുറവ്. ഒരു കുഴപ്പമില്ല. നിമ്മി ചേച്ചിനെ എല്ലാവരും ഒന്നും നടക്കില്ല. ചേച്ചിയാണ് നീ. നിമ്മി ചേച്ചിയുടെ ഭർത്ത് കൂടെ നിൽക്കുന്നത്. നിമ്മി ചേച്ചിനെ അഡ്മയർ ചെയ്തിട്ട് കുറച്ച് കാലം. ആള് ഞാനെപ്പോഴാ നോക്കുക. അറിയാതെ ഇരുന്ന് കഴിക്കുന്ന നമ്മുടെ ഇവയാണ് ഇവിടുത്തെ ഇന്നത്തെ താരം. കണ്ടോ, നിമ്മി ചേച്ചിയുടെ ഉണ്ണിയാണ് കേട്ടോ. കണ്ട നിമ്മി ചേച്ചിയുടെ ഉണ്ണി. ചേച്ചിയുടെ ഒറ്റയല്ല, ചേട്ടന്റെയും കൂടി ഉണ്ണിയാണ്. ചേട്ടന്റെയും കൂടി. നിമ്മി ചേച്ചിക്ക് ഹസ്ബൻഡിൽ ഒരു കിസ് കിട്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എവിടെയാ ഉണ്ണിക്ക് ഉമ്മ കൊടുത്തിട്ടാണ് ചേട്ടൻ പോയത്. സോ നിമ്മി ചേച്ചിക്ക് ഉമ്മ കിട്ടിയില്ല. പരാതിയായിരുന്നു, പോയി പേടിച്ചു. എന്തായിരുന്നു അതിലെ എക്സ്പീരിയൻസ്? 6 കൊല്ലായി കല്യാണം കഴിഞ്ഞ 6 കൊല്ലായി. സ്റ്റിൽ ദേ ആർ ലവ് ബേർഡ്സ്. ഇതൊക്കെ എന്താ സംസാരിക്കാളെ പറയാളെ? പറയും മുത്തേ, ഇല്ലെങ്കിൽ നാവ് 100 ഇപ്പൊ ഒന്ന് പറയും. നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട്. ഗായ്സ്, ഇപ്പോൾ തിരക്കാൻ തുടങ്ങി. നമ്മൾ വന്നപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല, ഇപ്പോൾ ചെറുതായിട്ട് തിരക്കാൻ തുടങ്ങി. നമ്മുടെ ചായ കൂടി കഴിഞ്ഞു കേട്ടോ. നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ്. ക്ലാസ് കഴുകി മാതൃകയായി ഡെൽന. ആക്ച്വലി നമ്മളെല്ലാം ഇവിടെ ക്ലാസ് കഴുകണ്ടേ, പക്ഷെ നമ്മളിവിടെ സ്ഥിരം വരുന്നതുകൊണ്ട് നമ്മളിത് ചെയ്യും. ഈ ചേട്ടൻ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് ക്ലാസ് കഴുകിപ്പിക്കും. അതന്നെ. ഇവ ഇപ്പൊ എന്താ പറഞ്ഞേ? ഡ്രസ് എന്താ പറഞ്ഞേ? ഇവ പറയും സെയിം ആണോ? എന്നൊരു ഉമ്മ തരാൻ പറ്റും? അവിടെ 2 കുട്ടികൾ നാളെ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ പോവാണ്. LKG ജോയിൻ ചെയ്യാൻ പോകുന്ന ഇവയെ നമുക്ക് എന്താന്നറിയില്ല, ഇവയ്ക്ക് പൂക്കളോട് ഭയങ്കര ക്രൈസാണ് അല്ലേ ഇവ പൂക്കളോട് എന്തുകൊണ്ടാണ് ഇത്രയും ക്രൈസ് വരുന്നത്? എന്തുകൊണ്ടാണ് എല്ലാ പൂക്കളും ഇങ്ങനെ പറിക്കുന്നേ? വേദിയാണോ പഴിക്കുന്നേ? ഇതിങ്ങോട്ട് നോക്കി, എന്തിനാണ് ഇങ്ങനെ എല്ലാ പൂക്കളും പറിക്കുന്നേ? മണം നോക്കാനോ? മണം എങ്ങനെയാണ് നോക്കുക ഗൈസ്? പേരക്കയുടെ മണമുള്ള പൂവ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഗൈസ്? പക്ഷേ ഈ പൂവിനെ പേരക്കയുടെ മണാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മള് നമ്മുടെ ചായക്കൂടിയൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരികെ നമ്മുടെ ഹോസ്റ്റലിലേക്ക് എത്തിയിരിക്കുകയാണ്. ഹോസ്റ്റല് കണ്ടോ, സോപാനം ഗേൾസ് ഹോസ്റ്റൽ. ഹോസ്റ്റലിന്റെ എൻട്രൻസ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് എൻട്രൻസ് വരുന്നത്. എന്തിനാ കളിച്ചിരിക്കുന്നേ? ഈ എൻട്രൻസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമ്മുടെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഊഞ്ഞാലുണ്ട് കേട്ടോ.
മോസ്റ്റ് ഓഫ് ദവർ ഈവനിങ്സ് നമ്മൾ സ്പെൻഡ് ചെയ്യുക ഈ ഊഞ്ഞാലിലാണ്. ഇതിലിരുന്ന് ഇങ്ങനെ ആടുമ്പോൾ പിന്നെ ഇവിടെ നല്ല കാറ്റും ഇങ്ങനെ വീശുമ്പോൾ നല്ലൊരു പോസിറ്റീവ് എനർജി നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഇവിടെ ഒരു കിണറുണ്ട് ഗൈസ്. ഓ ഇത് ഭയങ്കര എസ്തെറ്റിക് വൈബുള്ള കിണറാ, കണ്ടോ. അപ്പൊ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ് ഗൈസ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരികയാണ്. ഇവനെ വിളിച്ചു ടാറ്റ പറഞ്ഞ, ബൈ പറഞ്ഞ, ടാറ്റ ഉമ്മോടുത്തെ. വീണ്ടും വീണ്ടും വരാന്ന് പറഞ്ഞ, വീണ്ടും വരാം. ബൈ. വീണ്ടും വരണം.